മാനം മാനം മുട്ടും പണമുണ്ടേലും മായം മായം വിൽക്കും തടയണ്ടാരും നല്ലേലും ബില്ലേലും പെല്ലേലും മറിമായം. പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഗാന്ധി ജയന്തി വാരാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ഓഫീസിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങ് ആരംഭിക്കുന്നു. പ്രാർത്ഥന ചൊല്ലുന്നതിനായി ലോലിതനെ ക്ഷണിക്കുന്നു. ആര്? ലോലിതൻ പറഞ്ഞു പോയി സാർ. ഇല്ലില്ല, ചൊല്ലിക്കോ ചൊല്ലിക്കോ ചൊല്ലി. ഒരു കുലപ്പൂ പോലെ കയ്യിൽ മുറുകുന്ന ധവള ശിരസ് അല്ല ഏറെ നനുത്തതായ അനുദിനം വന്നെത്തി. താരിലും നീരിലും വിളയാടിടുന്ന പ്രപഞ്ചപ്രകാശവും ഒരുമിച്ചു നീ എന്നപൂർവ സന്ദർശകേ. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ആരെങ്കിലും കൈയടിക്കൂ? ഇത് ഈശ്വര പ്രാർത്ഥന തന്നെയാണോ അതോ? ശരി ശരി, ഇരിക്കും, നന്നായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കുകയാണ്. നമുക്ക് സത്യവാചകം ചൊല്ലിത്തരുന്നതിനായി നമ്മുടെ ഡയറക്ടർ ആദരണീയനായ സത്യശീലൻ അവരെ ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് എണീറ്റ്. പ്രിയമുള്ളവരെ, അത് നിങ്ങൾ പറയണ്ട, സത്യവാചകം മാത്രം ചൊല്ലിയാൽ മതി. ഉദ്യോഗസ്ഥരായ നാം ഇന്നു മുതൽ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുകയും ഈ ഓഫീസിൽ എത്തുന്നവരോട് വലിപ്പച്ചെറുപ്പം കാണിക്കാതെ തുല്യ മനസ്സോടെ സമീപിക്കുമെന്നും അർഹതപ്പെട്ട ഏത് കാര്യത്തിന് വന്നാലും ഞങ്ങൾ ഉടനെ സാധിച്ചു കൊടുക്കുമെന്നും ആരുടെ കയ്യിൽ നിന്നും പ്രതിഫലം വാങ്ങില്ലെന്നും മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാൽ മനസ്സലിയുമെന്നും ഉപകാരം ചെയ്യാൻ കിട്ടുന്ന അവസരം പാഴാക്കില്ലെന്നും ഓഫീസിൽ വരുന്നവർ എത്ര കോപത്തോടെ സംസാരിച്ചാലും ഞങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കുമെന്നും പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രവൃത്തിയാണ് ദൈവമെന്നും പൊതുജനങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷമെന്നും സർക്കാർ സേവ എന്നത് ഈശ്വര സേവയാണെന്നും കരുതി പ്രവർത്തിക്കുമെന്നും ഗാന്ധിനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. സത്യം 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 സത്യം. അപ്പോ നമുക്കിനി നമ്മുടെ ഓഫീസിന്റെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതെ സാറേ, നമ്മൾ കതറൊക്കെ അഴുക്കാവില്ലേ? കതറഴുക്കാവും. നിങ്ങൾ പോയി പണിയാൻ ആളെ വിളിച്ചിട്ടില്ലേ? പോയിട്ട് നിർദ്ദേശങ്ങളാ കൊടുത്താൽ മതി. നിങ്ങളൊക്കെ അങ്ങോട്ട് പോക്കോണം. ആരെങ്കിലും അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ഓഫീസിൽ ഇരുന്നാൽ മതി. ഞാൻ ഇവിടെ ഇരിക്കാം സാർ. ഞാനും ഓഫീസിലാണ്. പിന്നെ എന്തെങ്കിലും ഉൾപ്പെടാനുണ്ടെങ്കിൽ ഞാൻ ക്യാബിനിലുണ്ടാവും. ക്യാബിനിൽ കൊടുത്തുവിട്ടാൽ മതി. സാറേ, നമ്മളെ ഈ ചടങ്ങ് കഴിഞ്ഞല്ലോ, ഇതൊന്ന് അഴിച്ച് മാറ്റിക്കോട്ടെ സാറേ. എനിക്ക് കതറിട്ട ചൊറിയും. എന്തോ ഇന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇതിട്ടത്. പ്രതിജ്ഞ ചൊല്ലിയതൊക്കെ ഓർമ്മയുണ്ടല്ലോ.
സാറേ, എൻ്റെ പേര് പാരിജാതൻ. ഞാനും ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഓഫീസിലാണ്. അതെയാ? ഇന്നിപ്പോ ഓഫീസിൽ പോയില്ലേ? ഇന്ന് ലീവ് എടുത്ത് സാറേ. എൻ്റെ ഒരു സ്ഥലം മാറ്റ സംബന്ധമായിട്ടേ ഈ ഓഫീസിലൊന്ന് വന്നാണ്. സാറൊന്ന് സഹായിക്കണം. സാറേ ഒരു മണ്ടനാണ്. സ്ഥലം മാറ്റ കാര്യത്തിന്റെ ആവശ്യമായിട്ട് വരുന്ന ആരെങ്കിലും ലീവ് എടുക്കുമോ? പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റില് ഈ ആഴ്ച നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതല്ലേ. ഒരാഴ്ച കഴിഞ്ഞ് ചെന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് അങ്ങ് ഒപ്പിട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. സാറേ, അങ്ങനെ മുങ്ങാൻ പറ്റുന്നതിൻ്റെ പരമാവധി മുങ്ങിയവനോ ഞാൻ. ഇപ്പം എൻ്റെ അടുത്ത് ഭാര്യയില്ലേ? ഭാര്യയില്ല. ഭാര്യയുണ്ട്, അവള് ഗൾഫിലാണ്. 2 കുട്ടികളുണ്ട്, അവരിവിടെയാണ് പഠിക്കണേ. സാറേ, ഒരു വർഷത്തിൽ 40 ദിവസം അവൾക്ക് ലീവുള്ളൂ. ഇപ്പം നമ്മുടെ കരിങ്ങാലയിൽ ഓഫീസിൽ ഒരു ഒഴിവുണ്ടേ. എന്നെ അങ്ങോട്ട് മാറ്റി തന്ന കുട്ടികൾ അവിടെ സ്കൂളിൽ ചേർക്കായിരുന്നു. ഇപ്പോൾ വീട്ടുവാടകയും കറണ്ട് ബില്ലും ബസ് ഫീസും സ്കൂൾ ഫീസും എല്ലാം കൂടി അങ്ങോട്ട് ഒക്കണില്ല സാറേ. ഒന്നും ഇങ്ങോട്ട് അയച്ചു തരണില്ലേ ഭാര്യ? സാറ് വിസയുടെ കാശ് പോലും മുതലായിട്ടില്ല. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ അങ്ങോട്ട് അയച്ചു എന്ന് മാത്രം. പിന്നെ ഭാര്യമാര് പ്രവാസികളായിട്ടുള്ളവർക്ക് ഒരു സ്ഥലം മാറ്റത്തിന് അർഹതയുണ്ടല്ലോ സാറേ. ഉദ്യോഗസ്ഥരായ നാം ഇന്നു മുതൽ സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി പ്രവർത്തിക്കുകയും എല്ലാ കാര്യവും സത്യസന്ധമായിട്ടേ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തുപോയി. പ്രതിജ്ഞയൊക്കെ അവിടെ കിടക്കട്ടെ സാറേ. എന്റെ കാര്യം ഒന്ന് ഊർജിതപ്പെടുത്ത്. ഈ വരുന്നവരെല്ലാം ഊർജിതം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഊർജ്ജം എനിക്കുണ്ടോ? ഇല്ലെങ്കിൽ എനിക്ക് അത് ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കണ്ട. ഭാര്യമാര് പ്രവാസികളായ ഭർത്താക്കന്മാര് ചോദിക്കുന്ന സ്ഥലത്തോട്ട് സ്ഥലം മാറ്റം കൊടുക്കണമെന്ന് സർക്കാർ ഉത്തരവുണ്ടല്ലോ. സാറിന് അതിന്റെ കോപ്പി കാണണോ? എനിക്ക് കോപ്പിയൊന്നും കണ്ട. അത്തരത്തിലുള്ള കോപ്പികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അതല്ല പ്രശ്നം. അങ്ങ് ജപ്പാനിലും ഉഗാണ്ടയിലും അമേരിക്കയിലും ജോലി ചെയ്യുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാർ തന്ന അപേക്ഷകൾ തന്നെ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. അതിൽ ആർക്കാണ് കൂടുതൽ യോഗ്യത എന്നുള്ളത് കണ്ടുപിടിക്കണം. സാറേ, അതെങ്ങനെയാ കണ്ടുപിടിക്കണം? അതിന് വല്ല ഫോർമുല വല്ലതും ഉണ്ടോ? അതിനൊക്കെ നമുക്ക് കുറേ ഫോർമുല ഉണ്ട്. നിങ്ങളുടെ ഭാര്യ എവിടെ ജോലി ചെയ്യുന്നത്? എന്റെ ഭാര്യ ഗൾഫിൽ. ഗൾഫിൽ എവിടെ? ഗൾഫിൽ അബുദാബിയിൽ. എവിടെ? അബുദാബിയിൽ ഷാർജയിൽ. എവിടെ? ഷാർജയിൽ അറബിയുടെ വീട്ടില്. നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല. മാസം നിങ്ങളുടെ ഭാര്യ എത്ര രൂപ അയക്കും? ഫ്രീ വിസയാണോ? സ്വർണം കൊണ്ടുവരാറുണ്ടോ? അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അന്വേഷിക്കണം. ഇതാണ് സാറിന്റെ ഫോർമുല. ഇവിടെ ഇരിക്കുന്ന ഓഫീസർക്ക് നട്ടലില്ല സാറേ. അയ്യോ അല്ല, കണ്ടവന്റെ നട്ടലും വിറ്റിയതുകൊണ്ടാണ് അങ്ങനെ നടക്കണം. ഭൂരിപക്ഷം ആര് പറയുന്നു അത് കേൾക്കും. എന്നാ സാറ് പറഞ്ഞിട്ടൊന്ന് എന്റെ കാര്യത്തിലോട്ടൊന്ന് ചാടിക്കും സാറേ. ഗാന്ധി ജയന്തി പ്രമാണിച്ച് ഒറ്റ ജീവനക്കാരുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. ഞങ്ങളുടെ കണ്ണ് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ആത്മാവിന് സഹിക്കില്ല. സാറേ, എന്നെ ഒന്ന് കരിങ്ങാലയ്ക്ക് സ്ഥലം മാറ്റണമെങ്കിൽ എത്ര ഗാന്ധി വേണ്ടി വരും? അങ്ങനെ പറഞ്ഞാല് ആ പേപ്പർ എടുക്ക്. പേപ്പർ ദൈവമേ, ഇത്രയും രൂപയെ? ഗാന്ധി ജയന്തി പ്രമാണിച്ച് കൈത്തറിക്ക് 20% റിബേറ്റ് ഉള്ളതുപോലെ ഞങ്ങളും 10% കുറച്ചേക്കുകയാണ്. സാറ്, ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്ത് ജീവിക്കണ ആളല്ലേ. അതിൽ കാര്യമില്ലല്ലോ. ഇത് ഗാന്ധി ജയന്തിയുടെ ഞങ്ങളുടെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ സഹകരിച്ചാൽ ഞങ്ങൾക്കും അതുപോലെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. ശരി, ആയിക്കോട്ടെ. നമസ്കാരം സർ. ഇവിടെ വേറെ സ്റ്റാഫൊന്നും ഇല്ലേ? അവരെല്ലാവരും പുറത്തേ സേവനവാരായോണ്ട് ഓരോ വർക്കിലാ. എന്തായാലും സെയിൽസ് ചെയ്യാൻ വന്നാണോ? അയ്യോ അല്ല, ഞാൻ ഇതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാ വർക്ക് ചെയ്യണേ, നമ്മുടെ നെയ്യാറ്റിങ്കര ഓഫീസില്. അതെ, ഇരിക്കും. താങ്ക് യു. അപ്പൊ ഇന്ന് പോയില്ലേ? ലീവാണോ? ഇല്ല, 2 ആഴ്ചയായി പോയിട്ട്. അവിടെ ഓഫീസിൽ ആരും ഇല്ല. നെയ്യാറ്റിൻകരയിൽ വെള്ളം കയറിയോ? അയ്യോ അതല്ല, എല്ലാരും ദൂരെ ഉള്ളവരാ. പിന്നെ ഇപ്പൊ ഈ ഗാന്ധി ജയന്തി വാരാഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഫീൽഡിലാന്ന് പറഞ്ഞ എല്ലാരും വീട്ടിലിരിക്കുക. സാർ, ഇവിടുത്തെ ഓഫീസർ ആളെങ്ങനാ? ഒരു 65 കിലോ വെയിറ്റ് കാണും. പിന്നെ കുറച്ച് താടിയുണ്ട്. എൻ്റെ അത്ര ഏകദേശം തടിയുണ്ട്. ഹൈറ്റിൻ്റെ അത്ര ഇല്ല. അയ്യോ അതല്ല സാർ, ഈ സ്വഭാവം എങ്ങനെയാ? തങ്കപ്പെട്ട മനുഷ്യന്. പിന്നെ വല്ല കല്യാണാലോചനയായിട്ട് വന്നെങ്കിൽ നടക്കില്ല. 2 കുട്ടികളുണ്ട്. സാറിന്റെ ഒരു കാര്യം അതല്ല, നമ്മുടെ കരിങ്ങാല ഓഫീസില് ഒരു ഒഴിവുണ്ടെന്ന് അറിഞ്ഞേ. എനിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫറിന് ശ്രമിക്കാനായിരുന്നു. ഓ, സ്ഥലം മാറ്റം. എനിക്ക് കിട്ടുന്ന 100% ഉറപ്പുണ്ട്. എന്നാലും നമ്മൾ പ്രവർത്തിക്കാനുള്ളത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ.
പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രവൃത്തിയാണ് ദൈവമെന്നും സാർ, അല്ല, പ്രവർത്തിക്കുന്നവരെ സഹായിക്കണം, പ്രോത്സാഹിപ്പിക്കണം. എന്റെ ഭർത്താവ് ഗൾഫിലാ ജോലി ചെയ്യണതേ. പ്രവാസികളുടെ ഭാര്യമാർക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ അനുവദിക്കുമല്ലോ. ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. ഇപ്പൊ എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അല്ല, ഇപ്പൊ ജോലിക്ക് പോണോടത്ത് എന്താ പ്രശ്നം? വലിയ ബുദ്ധിമുട്ടാ സാറേ. രാവിലെ 10:45 ട്രെയിൻ ഒരു വിധത്തിൽ ഞാൻ ഓടിക്കേറും. അവിടെ എത്തുമ്പോ 11:30 ആവും. പിന്നെ തിരിച്ചിങ്ങോട്ട് 3:30 ട്രെയിന് വരും. ആ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന ആകെ ഒരു ക്ഷീണ. ഈ യാത്രാ ക്ഷീണത്തിനെ ട്രാൻസ്ഫറിനുള്ള വകുപ്പുണ്ടോ? ഇല്ലല്ലോ. അതില്ല, ഞാൻ എന്തായാലും പറഞ്ഞേ ഉള്ളൂ എൻ്റെ ഒരു കാര്യേ. സാറിനോടുള്ള കാര്യം പറയാലോ. എൻ്റെ ഭർത്താവ് കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് കുറച്ച് സ്ഥലം വാങ്ങി. അവിടെ ഒരു 4 നില കടമുറി പണിതു. എന്നിട്ട് അതിൻ്റെ വാർപ്പായപ്പോഴേക്കും മൂപ്പർക്ക് തിരിച്ചു പോകാൻ സമയമായി. ഇപ്പൊ അതെല്ലാം നോക്കി നടത്തേണ്ടത് ഞാനാ. അതിന്റെ ഇടയ്ക്ക് ജോലിക്കും പോണല്ലേ? വേണം. അങ്ങനെയാണ് നമുക്ക് ഈ ജോലി അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചൂടെ, രാജിവെച്ചൂടെ? അത് തന്നെയാണ് ഏട്ടനും പറയണേ. പക്ഷെ എനിക്ക് താല്പര്യമില്ല. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ജോലിയല്ലേ, അങ്ങനെ വെറുതെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? നമ്മുടെ കരിങ്ങാല ഓഫീസിലേക്ക് എന്നെ നിയമിക്കുകയാണെങ്കിൽ എല്ലാം എളുപ്പമായി. വീട്ടിലെ കാര്യങ്ങളും നോക്കാം, കുട്ടികളുടെ കാര്യവും നോക്കാം, പിന്നെ ഈ കടമുറിയുടെ കാര്യവും നോക്കാം, ജോലിക്കും പോവാം. സംഗതി ശരിയാണ്. പക്ഷെ ഒരുപാട് അപേക്ഷകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. അതിൽ ധാരാളം ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള. സാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുത്തെ ഓഫീസറോട് പറഞ്ഞ് ശരിയാക്കി തരണം. എനിക്ക് വേണ്ടി ഈ ഉപകാരം ഒന്ന് ചെയ്തു തരണം. ഉപകാരം ചെയ്യാം, പക്ഷെ ഉപകാരം ചെയ്യുമ്പോൾ പ്രത്യുപകാരം ചെയ്യണമെന്നാണ് മഹാത്മാവ് പറഞ്ഞിട്ടുള്ളത്. അതിനെന്താ സാറേ, ഇനി ഏട്ടൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ഒരു നല്ല സ്പ്രേ സാറിന് ഞാൻ കൊണ്ടുവരാൻ പറയും. ഒരു തവണ അടിച്ചാൽ മതി, 1 വർഷത്തേക്ക് അതിന്റെ മണം മാറില്ല. 150 റിയാൽ അതിന്റെ വില. ഒരു ട്രാൻസ്ഫറിന് ഇത്രയും തോനെ മണം വേണം? വേണ്ടേ? അത് വേണ്ട. സാർ എന്താ എഴുതണേ? ഒന്ന് ശ്രമിക്കണേന് ഇത്രയും രൂപ വേണോ? മഹത്തായ സേവനം ചെയ്യുമ്പോൾ അതിന് കൊടുത്ത പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കരുത്. ഇതേതാ വാരം? സേവന വാരം. ശരി സാർ. ഗാന്ധിജിയുടെ ഫോട്ടോയിലിടാനുള്ള ഹാരത്തിന് 300 രൂപ. അല്ലാതെ പൂ വാങ്ങിച്ചെങ്കിലും 1 കിലോയ്ക്ക് 250 രൂപ. കൊള്ളാമല്ലോ. ഞാൻ എക്സ് മിലിറ്ററി. ആ, നിങ്ങളുടെ ഈ കുപ്പി കിട്ടുന്ന ഓഫീസ് ഇവിടെ അല്ല, ഇവിടുത്തെ ഒരു 2 കിലോമീറ്റർ അവിടെ പോകണം. അതെനിക്കറിയാം. ഞാനും ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളാ. ആ, ഇരിക്കണം. ഓ, എന്താ കാര്യം? ഞാനേ എൻ്റെ ഒരു സ്ഥലം മാറ്റ കാര്യത്തിന് വേണ്ടി വന്ന. കരിങ്ങാലയിലേക്കായിരിക്കും. അതെ. 100-150 അപേക്ഷ. ഈ ആൾക്കാർക്കെല്ലാം കൂടി കരിങ്ങാലയിൽ എന്തോ ഇത്ര പ്രത്യേകത? അതിന് സാറിന് എന്താ? വിവരം തിരക്കാൻ വരുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് വല്ല നഷ്ടമുണ്ടോ? എനിക്കൊരു നഷ്ടമില്ല. നഷ്ടം മുഴുവൻ നിങ്ങൾക്കാ. ഇങ്ങനെ കയറി ഇറങ്ങുന്നവർക്ക്. SC, ST, പ്രവാസികളുടെ ബന്ധുക്കള്, വിധവകള്. ഒരു മിലിറ്ററിക്കാരന്റെ കുറവുണ്ടായിരുന്നു, ഇപ്പൊ അതുമായി. ഞങ്ങൾക്ക് മുൻഗണനയുണ്ട് പട്ടാളക്കാർക്ക്. എന്തോ കാര്യത്തിന്? 10-25 കൊല്ലം പട്ടാളത്തിൽ കിടന്ന് ഓസിൽ ചാപ്പാട് പഠിച്ച് കാശും പറ്റി. അതെ, ഒരു പ്രാവിനെങ്കിലും നിങ്ങൾ വെടിവെച്ചിട്ടുണ്ടോ? നിങ്ങളാരാ ചോദിക്കാൻ? ഞങ്ങളെ പോലുള്ള പട്ടാളക്കാര് അതിർത്തി കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടോ നാട്ടിലുള്ള സുഖമായിട്ട് ജീവിക്കുന്നത്? കാറ്റത്തും മഴയത്തും നിങ്ങൾ പുതപ്പിനിടയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ എന്നെ പോലുള്ള പട്ടാളക്കാര് അതിർത്തി കിടന്ന് പെടാ പാടുപെടുക. അതിനാ നിങ്ങളെ പോലുള്ള ഒരു പെൻഷനാകുമ്പോ കുപ്പിയും കൂടെ തരണത്. മര്യാദക്ക് സംസാരിക്കണം. പാട് കയറി വർത്താനം പറയരുത്. 25 വർഷം രാജ്യത്തെ സേവിച്ച ഒരു പട്ടാളക്കാരനോടാണ് നിങ്ങൾ വർത്താനം പറയുന്നത്. ഓഫീസിൽ വരുന്നവർ എത്ര കോപത്തോടെ സംസാരിച്ചാലും ഞങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കുമെന്നും സാർ ഇരിക്കും. Cool down. പിന്നെ സാറിന് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാവാഞ്ഞിട്ടാ. ഭാര്യ കിടപ്പില്ല, പിള്ളേരാണെങ്കിൽ സ്ഥലത്തില്ല. എനിക്കാണെങ്കിൽ റിട്ടയർ ചെയ്യാനായിട്ട് ഇനി കുറച്ച് കാലവും കൂടി ഉള്ളൂ. ആ കരിങ്ങാൽ ആഫീസിലേക്ക് മാറ്റം കിട്ടിയ ഉച്ചയ്ക്ക് ചെന്ന അവൾക്ക് മരുന്നും ഗുളിക എടുത്തു കൊടുക്കായിരുന്നു. അല്ല സാറേ, ഈ ഗുളികയും മരുന്നും എടുത്തു കൊടുക്കുന്നതിന് ട്രാൻസ്ഫർ കാര്യത്തിൽ ഒരു മുൻഗണനയില്ല. മാത്രമല്ല, ഞങ്ങൾ നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ എടുത്തുപോയി. പിന്നെ ഇനിയിപ്പോൾ ഒരു പോകാൻ വഴിയേ ഉള്ളൂ. നിയമലംഘനം നടത്തണം. നിയമലംഘനം നടത്തിയിട്ട് എനിക്കൊരു സ്ഥലം മാറ്റം വേണ്ട. സാറിന് വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ സാറേ, ഈ മാസാമാസം നിങ്ങൾക്ക് കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ, കോട്ട, അത് പുറത്ത് മറിച്ച് വിൽക്കാറുണ്ടോ? അപ്പം അത് നിയമലംഘനം അല്ലേ സാറ്? സാറ് ഉരുണ്ടൊന്നും കളിക്കണ്ട. പിന്നെ ഞങ്ങളുടെ ഓഫീസർ തികഞ്ഞ ഒരു ഗാന്ധിയനായതുകൊണ്ടും സാറ് നിയമം മുറുകെ പിടിക്കുന്ന ആളായതുകൊണ്ടും
ഈ മാസത്തെ കോട്ട എനിക്ക് തരികയാണെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെ പോകും, സാറിന് സാധ്യതയുണ്ടോ ഇല്ലയോ, നടക്കുമോ എന്നുള്ള വിവരം ഞാൻ അന്വേഷിച്ച് പറഞ്ഞുതരാം. പക്ഷെ കോട്ട എനിക്ക് തരണം. ഈ അപേക്ഷയൊക്കെ ഞാൻ സ്വീകരിച്ച പോലെ തന്നെയാണ്. കോട്ട ഇവിടെ തരണം. ആലോചിക്കാനൊന്നുമില്ല, അപേക്ഷ ഞാൻ സ്വീകരിച്ചു. സാറ് കോട്ട എനിക്ക് തന്നിരിക്കുന്നു. എന്നാ ഞാൻ സർക്കാർ സേവ എന്നത് ഈശ്വര സേവയാണെന്നും കരുതി പ്രവർത്തിക്കുമെന്നും എന്നാലും ഇന്നത്തെ പരിപാടിയിൽ ഷൈൻ ചെയ്ത് അത്രയും ലോലിതന. ഈശ്വര പ്രാർത്ഥന കലക്കി കേട്ടോ. ഈശ്വര പ്രാർത്ഥന ഏതാ പദ്യം ഏതാന്ന് തിരിച്ചറിയാത്ത ആള് വെറുതെ അല്ലാതെ കഴിഞ്ഞപ്പോ കയ്യടിച്ചത്. ഇതാ ഇവനെ ഒരു കാര്യം ഏൽപ്പിക്കാത്ത. ഹലോ, സ്ഥലം മാറ്റത്തിന്റെ കാര്യമോ? അത് ആർക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഓർഡർ വരുമ്പോൾ അങ്ങോട്ട് അറിയും. ഒരു സ്ഥലം മാറ്റമുണ്ട്, 450 പേരുണ്ട്. ആ കരിങ്ങാലയുടെ ആണോ? അത് തന്നെ. അത് മിക്കവാറും എക്സ് മിലിറ്ററിക്കാരന് കിട്ടും. 10-25 കൊല്ലം നമ്മുടെ രാജ്യത്തെ സേവിച്ച ആളല്ലേ. അത് മണ്ടോദരി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇവിടെ അപേക്ഷയായിട്ട് വന്നിരുന്നു. അവർക്ക് കിട്ടും. ചിലപ്പോഴേ കിട്ടുള്ളൂ. ഒരു പ്യാരിജാതൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ ഗൾഫിലാണ്, 2 പിള്ളേരുണ്ട്. മിക്കവാറും അത് അയാൾക്കേ കിട്ടും. ഈ മണ്ടോദരിയുടെ ഭർത്താവും ഗൾഫിലാ. ആ പട്ടാളക്കാരന്റെ ഭാര്യയ്ക്ക് ഗുളിയൊക്കെ കഴിച്ച് കിടപ്പില്ല. എന്തായാലും സ്ത്രീകൾക്കാണ് മുൻഗണന. അതുകൊണ്ട് ഈ സ്ത്രീക്ക് കിട്ടും. ഇതെല്ലാത്തിനും എന്താണ് സ്ത്രീകൾക്ക് മുൻഗണന? ഓഫീസാണ്, സാർ അപ്പുറത്തുണ്ട്. നിങ്ങൾ വേളം വെക്കരുത്. സാറാകത്തുണ്ട് ഉണ്ടോ? അങ്ങനെ ആളങ്ങനെ മൂരാച്ചിയാണോ? അത് പോയി ചോദിക്കും. എന്താ കാര്യം? അല്ല, ഒരു സ്ഥലമാറ്റത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ട്. കരിങ്ങാലയിലേക്കായിരിക്കും. കരിങ്ങാലിക്ക് തന്നെ. ചെല്ല്. ഇങ്ങനെ ഒരാളുടെ കുറവുകൂടെ ഉണ്ടായിരുന്നു. അതുമാണ് സാറേ. എന്താ? ഞാൻ ഈ വലിയന്തര ഓഫീസിലെ സ്റ്റാഫാണേ. എന്റെ പേര് കോയാതാണ്. 10-50 ഉറുപ്പ്യ വേണം സാറേ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം പോയി വരണെച്ചാല്. ആ വൈക്കാച്ച ആകെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സല്ലോ. അതിപ്പോ ഈ ട്രാൻസ്പോർട്ട് ബസിന്റെ പൈസ കൂട്ടി ഞാനല്ലല്ലോ, ആണോ? അല്ലപ്പാ, അതല്ല ഞാൻ പറഞ്ഞെന്താ വെച്ചാ, ഈ കരിങ്ങാല ഓഫീസിലേക്ക് ഒരു മാറ്റം കിട്ടുകയെന്ന് വെച്ചാല് ഇക്കും സുഖാണ്, എന്റെ ഭാര്യക്കും സുഖാണ്. ഈ സ്ഥലം മാറ്റ കേസ് വന്നതുകൊണ്ട് ഞാൻ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. ഞാൻ തന്നെ വേറെ എവിടേക്കെങ്കിലും സ്ഥലം മാറിപ്പോയാലോ എന്നുള്ള ചിന്തയിലാണ്. ആർക്ക് കൊടുക്കും, ആർക്ക് കൊടുക്കാതിരിക്കും? വിധവകൾ വന്ന് നിന്ന് കരയുന്നു. ഭർത്താക്കന്മാർ സ്ഥലത്തില്ലാത്ത ഭാര്യമാർ വന്ന് അവരവരുടെ പരാതികളും പരിവട്ടങ്ങളും പറയുന്നു. പ്രവാസികൾ വന്ന് ബഹളം വെക്കുന്നു. ഇതിനിടയിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് മാറി നിന്നൂടെ? എന്താ സാറേ നിങ്ങൾ അങ്ങനെ പറഞ്ഞ? എന്താ ഞങ്ങള് വികലാംഗരെന്താ മനുഷ്യന്മാരല്ലേ? അല്ല പറയാ, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണം എന്ന് വിചാരിച്ചൊന്ന് മാറി നിന്നൂടെ? ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു അല്ല, അതാ ഞാൻ ചോദിക്കണേ. ഞങ്ങള് വികലാംഗർക്കും ഇപ്പൊ ഈ വക ആനുകൂല്യങ്ങൾ കിട്ടിയെന്താ കുഴപ്പം? ഞങ്ങൾക്ക് എന്താണ് കുറവ്? എന്റെ മുഖത്തൊന്നല്ല കുഴപ്പമുള്ളത്, എന്റെ കാലിനാ സുഖമില്ലാത്തത്. എന്താ കാലിന്? കാല് തന്നെ നടക്കാൻ പറ്റില്ല, വികലാംഗനാണ്. കാഴ്ചയിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അല്ല, അപ്പൊ കാഴ്ചയിലുള്ള കുഴപ്പമില്ലല്ലോ സാറേ. ഇതിപ്പോ നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം വരുന്നില്ല വെച്ചാല്, നമ്മൾ മെഡിക്കൽ ബോർഡിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. 45% വികലാംഗനാന്നുള്ളത് എഴുതി തന്നിട്ടുണ്ട്. ഇതിപ്പോ അവിടെ ഇരിക്കണ 4 ഡോക്ടർമാർക്ക് പറഞ്ഞ കായ് അങ്ങോട്ട് എണ്ണി കൊടുത്തിട്ട് മേടിച്ചാണ് സാറേ. താൻ വികലാംഗനാണെന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ പ്രവാസികളും വിധവകളുമായിട്ടുള്ള ആളുകൾ വന്ന് കരഞ്ഞു പറയുമ്പോ അവരുടെ കണ്ണീര് ഞാൻ കാണണ്ടേ? അങ്ങനെ ഇപ്പൊ കണ്ണീര് കണ്ടിട്ട് മനസ്സിലായ ഒരു ഉദ്യോഗസ്ഥനാണ് സാറ് വെച്ചാൽ ഞാൻ ഇവിടെ നെന്നത്തടിച്ച് നിലവിളിക്കാം. എന്നാലെങ്കിലും ആ കരിങ്ങാല ഓഫീസിലേക്ക് കൊന്ന് തലം മാറ്റിത്താ. ജനാധിപത്യ മര്യാദ അനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ നീക്കാൻ പറ്റും. മതി, അത്ര വേണ്ടോ? അല്ലാണ്ട് ഇപ്പൊ വേണമെന്ന് ആരാ പറഞ്ഞ്? നല്ല ഗാന്ധിയുടെ ഫോട്ടോ അടിച്ചിട്ടുള്ള കടലാസ, നല്ല വില ഉണ്ട്. ഇത് അങ്ങോട്ട് വെച്ചിട്ട് അപ്പൊ ജനാധിപത്യം ആവുകയും ചെയ്യൂലോ. എടുക്കണോ? എടുക്കണം. എങ്ങനെയാണ് എടുക്കുന്ന താനെന്താ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണോ? ആണോ? അല്ല സാറേ, ഒരു വികലാംഗന്റെ അടുത്ത് സംസാരിക്കുമ്പോ എത്ര അങ്ങോട്ട് ബലം വേണ്ട, എന്നൊരിക്കൽ സംസാരിക്കാം. പൈസ അതെ, നിങ്ങൾ തിക്കും തിരക്കൊന്നും അടിക്കണ്ട.
ഞാനിപ്പോ ഈ കായ് ഏതെങ്കിലും മന്ത്രിമാരുടെ അടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മന്ത്രിമാര് വിളിച്ച് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾ കാര്യങ്ങൾ ശരിയാക്കി തരുമോ? തന്നെ പോലുള്ള ആളുകൾക്ക് ഇതൊക്കെ പറയാം, പക്ഷെ ഈ കസാരയിൽ ഇരിക്കുന്ന ആൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ബുദ്ധിമുട്ടൊക്കെ ഞാൻ മാറ്റി തരാം. ഞാൻ ഞങ്ങളുടെ സംഘടനയിൽ സംസ്ഥാന തല നേതാവാ. അതിന് എല്ലാ നിയമസഭാ ഇലക്ഷനും ഏതെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കലുമുണ്ട്. അതിനെന്താണെന്ന് അല്ല, അതിനെന്താ ചോദിച്ചാൽ സാറ് ഇക്കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞങ്ങൾ മെമ്പർമാരൊക്കെ കൂടിയിട്ട് ഒരു സത്യാഗ്രഹം അങ്ങോട്ട് ഇരിക്കുമ്പോഴേ. ഗാന്ധിജിയും സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട്. ഗാന്ധിജി സത്യാഗ്രഹം ഇരുന്നത് രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ വ്യക്തിക്ക് വേണ്ടിയിട്ടിരിക്കും. അപ്പം മന്ത്രിസഭ ഈ വിഷയം ചർച്ചയ്ക്ക് വെക്കും. ചർച്ച ചെയ്ത അന്വേഷണ വിധേയമായിട്ട് സാറിനെ സസ്പെൻഡ് ചെയ്യും, സാറിൻ്റെ ഈ കസേരയും തീർക്കും. അതിപ്പോ കോയ, നിങ്ങൾക്ക് ഞാൻ സ്ഥലം മാറ്റം തന്നു വന്നിരിക്കട്ടെ, പക്ഷെ മോളിൽ നിന്ന് അന്വേഷണം വന്നാൽ ഞാൻ എന്ത് ഉത്തരം പറയും? മാത്രമല്ല, നിങ്ങളെക്കാൾ വൈകല്യമുള്ള ഒരാൾ പരാതിയുമായിട്ട് വന്നാൽ അയാളോട് ഞാൻ എന്ത് സമാധാനം പറയും? ആയി ശരി, ഇപ്പൊ സമാധാനം പറയാനില്ലാണ്ടാ അതെന്താ പറയേണ്ടതെന്നുള്ളത് സാറിന് ഞാൻ പറഞ്ഞുതരാം. ദ ട്രാൻസ്ഫർ ഈസ് എഫക്റ്റഡ് ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ്. നിർത്ത്. ഒപ്പിട്. അവിടെ ചെന്ന് സീൽ വെപ്പിക്കണം. അവിടെ അപ്പുറത്ത് സീൽ വെപ്പിക്കും. അപ്പുറത്ത് അല്ലേ? ശരി. സീല് വെക്കാൻ പറഞ്ഞേ, ഇവിടുന്ന് സീല് വെച്ച് തരാം. വെച്ച് കൊടുക്കും. പോവേയിരിക്കും. അതെ. അപ്പൊ കരിങ്ങാലിലെ വേക്കൻസിക്ക് ആളായി. 10 പൈസ പോലും ചെലവില്ലാതെ അയാൾ വാങ്ങിക്കൊണ്ട് പോണല്ല. അതെ, ആ റോഡ് വരെ ഞൊണ്ടിയിട്ട് തന്നെ പോയാൽ മതി. അതത്ര ഉള്ളൂ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അല്ല, ഈ കായ് എന്താ ചെയ്യണ്ട്? കായ്പട വേണ്ട, അതൊക്കെ വീട്ടിലെ ഇവിടെ ആകുമ്പോ എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. ഞാനൊരു ഗാന്ധിയനാണെന്ന് അവരുടെ എല്ലാവരുടെയും വിചാരം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോ ശരി സാറേ, സാറിനെ പോലുള്ള ആൾക്കാരാണ് ഓഫീസിൽ വേണ്ടത്. ശരി, പോയിക്കോളൂ. ന്യായം മായം, മാനം മുട്ടും പണമുണ്ടേലും മായം വിൽക്കും തടയണ്ടാരും. നല്ലേലും ബില്ലേലും പെല്ലേലും മറിമായം, ചുണ്ടേലും ചിന്തേലും ചന്തേലും മായം. ഇക്കാണ കളിയെല്ലാം പൊക്കാരും മറിമായം.